ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഈ സൗണ്ട് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഒരാഴ്ചയായിട്ട് വയ്യ, പനിയും ജലദോഷമൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ സൗണ്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത് കുറച്ച് സിമ്പതി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് വ്യൂസ് കിട്ടുമല്ലോ. അങ്ങനെയല്ല, എന്തായാലും ഇത് മാറണ ലക്ഷണമില്ല. പനി മാറി, ജലദോഷം മാറി, സൗണ്ട് തിരിച്ചു വരണ ലക്ഷണമൊന്നും കാണാനില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതിൽ തന്നെ അങ്ങോട്ട് ജീവിക്കാം. സോ ഇന്ന് ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ കമ്പനിയിൽ കണ്ട പോലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വീക്കെൻഡ് എഡിഷൻ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം സമയം 8:30 എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. സോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കഴിക്കാൻ പോണത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ്. എന്ത് ഡിസ്റ്റർബ് ചെയ്യല്ലേ? ഇന്നത്തെ അനു ബേബി എന്നെ നോക്കിക്കൊണ്ട് അവൻ എന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ്, പീനട്ട് ബട്ടർ, 2 ബോയിൽഡ് എഗ്ഗ്, കോഫി. ആക്ച്വലി എനിക്ക് ഈ ബ്രെഡും പീനട്ട് ബട്ടറും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ പഴം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് പഴവും കൂടെ കഴിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ സാറ്റർഡേ അല്ലേ, അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇവിടെ പഴമില്ല. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചമ്മന്തി ഉണ്ടാക്കാൻ തേങ്ങയില്ല, ചമ്മന്തി ഉണ്ടാക്കാൻ ഉള്ളിയില്ല. അങ്ങനെ നമ്മൾ അവസാനം എത്തിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ബ്രെഡും പീനട്ട് ബട്ടറും മുട്ടയും കോഫി. സോ ഞാൻ കഴിക്കട്ടെ. ഈ ബ്രെഡ് കുറച്ച് കരിഞ്ഞു പോയി, പക്ഷെ ശരാശരി കേരള വീട്ടമ്മമാർ കരിഞ്ഞ ബ്രെഡ് കഴിക്കാറുണ്ട്. അതുകൊണ്ട് കഴിക്കാം, ഓഫാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്കത് കഴിക്കാം. അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് തന്നൂന് ഞാനിന്ന് ഓട്സാണ് കൊടുത്തത്. അവൻ ഓരോ ദിവസം ഓരോന്നാണ്, 2 നേരം ഇപ്പോൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ യൂഷ്വലി എല്ലാ ദിവസവും വൈകുന്നേരം റാഗിയാണ് അവന് കൊടുക്കുക. റാഗി കഴിക്കണത്തോളം കഴിക്കുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ മാത്രം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറി മാറി കൊടുക്കും, ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഓട്സ്, അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് കുറച്ച് ചോറൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഞാൻ അവനിന്ന് ഓട്സാണ് കൊടുത്തത്. അത് കൊടുത്തിട്ട് ഇപ്പം അവനൊന്ന് ഉറങ്ങി. 10 മണിയായിട്ടുണ്ട്. 11 മണിക്ക് നമുക്ക് ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. എനിക്കല്ല, തന്നൂന്. അവന് ചുമയുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവനെ കൊണ്ടുപോകണം, കാരണം ബിജുവിന് വർക്കിംഗ് ആണ്. പക്ഷെ നാളെ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇനിയും കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. സോ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ അവനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇനി പോയി വന്നിട്ട് 11 മണിക്ക് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ് വരുമ്പോൾ 1 മണിയാവും തോന്നുന്നു. വന്നിട്ട് മീനൊക്കെ വറുത്ത് ചോറ് കഴിക്കാനുള്ളൊരു പേഷ്യൻസ് എനിക്കുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുന്നത് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയില്ല, അപ്പം നോക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി എത്തി. അപ്പോൾ എനിക്ക് കുറച്ച് വിശപ്പായിട്ടുണ്ട്, സ്വാഭാവികം. അപ്പോൾ ഇന്നലെ തന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചതുണ്ട്. അപ്പോൾ മീൻ മാത്രം വറുത്താൽ മതി, മീൻകറിയും ചോറും ഉണ്ട്. അപ്പോൾ ചോറും മീൻകറിയും ചൂടാക്കണം. ഒരു മീനെടുത്ത് ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ളത് വറക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ഇപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാണ്, മാസത്തിൽ ഒരു 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോവുക. ഇവിടെ തന്നെ ഉണ്ട്, അതാണ് ഇടയ്ക്ക് താഴെ നോക്കേണ്ടത്. മാസത്തിൽ 2 പ്രാവശ്യം താഴെ പോവുക, അല്ല ഹോസ്പിറ്റലിൽ പോവുക. അങ്ങനെ കുറച്ച് പൈസ ചിലവാക്കി കഴിഞ്ഞാലേ നമുക്കൊരു സമാധാനമുള്ളൂ. ഇതേപോലത്തെ സിംറ്റംസ് ആയിട്ട് നമുക്ക് മുമ്പ് അസുഖം വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് ഡോക്ടറെയൊക്കെ കാണിച്ച് മരുന്നൊക്കെ കിട്ടിയിട്ടും ഉണ്ടാവും. അപ്പോൾ ആ മരുന്നൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അങ്ങനെ ഇവിടെ ഇരിക്കുക ശരിയാവില്ല, ആ മരുന്നൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും പുതിയ അസുഖം വരുമ്പോൾ. എന്നാലും മാറില്ല. അവസാനം ആ ഡോക്ടറെ അങ്ങോട്ട് പോയി കണ്ട് ആ കയ്യിലുള്ള കാശൊക്കെ അങ്ങോട്ട് ചിലവാക്കി കഴിഞ്ഞാലേ അസുഖം മാറുള്ളൂ എന്ന് ഞങ്ങൾക്ക് അങ്ങനെയാണ്. എങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യൂ. അപ്പൊ എന്തായാലും ഞാൻ മീൻ വറുത്തെടുത്തിട്ട് ചോറൊക്കെ ചൂടാക്കിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. ചോറ്, മീൻകറി, മീൻ വറുത്തത്. ലഞ്ചൊക്കെ റെഡിയായി എടുത്തു, കാണിച്ചു തന്ന പോലെ. പക്ഷെ കഴിക്കാൻ പറ്റുമോയെന്ന് മാത്രം എനിക്കറിയില്ല.
ഞാൻ ഇവനെ ഉറക്കാൻ നോക്കിയതാണ് മാക്സിമം, പക്ഷെ അവൻ ഉറങ്ങണില്ല. എനിക്കിനി ഇതിൽ കൂടുതൽ വിശപ്പ് താങ്ങാനും പറ്റില്ല. പാല് കൊടുക്കണതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കും, അല്ലെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കും. സോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വേഗം കഴിച്ചിട്ട് അവനെ ഒന്നും കൂടെ ഉറക്കാൻ ശ്രമിക്കണം. നന്നായിട്ടുണ്ട്. തേങ്ങ അരച്ച മീൻകറിയും മീൻ വറുത്തതും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മരുന്നും കഴിച്ചു. പിന്നെ സ്വീറ്റ് ക്രേവിങ് വന്നപ്പോൾ ഒരു ചോക്ലേറ്റും എടുത്ത് കഴിച്ചു, ഡാർക്ക് ചോക്ലേറ്റ്. അങ്ങനെ ചായ കൂടി സമയമായി. ഞാനിന്ന് കോഫി, 2 റസ്കും പിന്നെ പഴം ചിപ്സും ആണ് കഴിക്കുന്നത് കേട്ടോ. എൻ്റെ കോഫി, റസ്ക്, ചിപ്സ്. സാധാരണ നമ്മൾ പനി വന്നാലല്ലേ പണ്ട് റസ്കൊക്കെ കഴിക്കുക. ഇതിപ്പോൾ ഞാൻ പനി വരുന്നതിന് മുമ്പേ വാങ്ങി വെച്ചതാണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ കഴിച്ചില്ല എന്നൊരു ഇത് വേണ്ട, കഴിച്ചേക്കാം. ചായക്ക് പകരം കാപ്പിയിൽ മുക്കി കഴിച്ചൂടാന്നൊന്നും ഇല്ലല്ലോ. ചായയിൽ മുക്കി കഴിക്കുമ്പോഴാട്ടോ വൈബ്, കാപ്പിയിൽ മുക്കി കഴിക്കുമ്പോൾ ഒരു സുഖമില്ല. ഞാൻ ഇപ്പോഴാട്ടോ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ 3 നേരം കഴിച്ചതിൽ 3 ഡ്രസ്സായിട്ടിരിക്കണത്. അതങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല. രാവിലെ പിന്നെ ഞാൻ ഉറങ്ങി എണീച്ചപ്പോഴുള്ള ഡ്രസ്സാണ്. പിന്നെ പുറത്തു പോയി വന്ന് ആ ഡ്രസ്സിലാണ് ലഞ്ച് കഴിച്ചത്. അത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് ഇപ്പോൾ വേറെ ഡ്രസ്സ് ഇട്ടതാണ്. ഇനി ത്രൂ ഔട്ട് ഇത് തന്നെയായിരിക്കും. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം 6:45 കേട്ടോ, വൈകുന്നേരം. എനിക്ക് പിന്നെയും വിശന്നു തുടങ്ങി. തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഡിന്നർ കുറച്ച് നേരം കഴിഞ്ഞാൽ വേണമെങ്കിൽ ഡിന്നർ കഴിക്കാം. പക്ഷേ ഡിന്നർ കഴിക്കാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഞാൻ. അപ്പം എന്താ പറയുക, അപ്പോൾ ബിച്ചു വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടൊക്കെ വേണം, അപ്പോൾ ലേറ്റാവും. സോ അതുവരെ നമുക്ക് വിശപ്പ് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു ഷവർമ വാങ്ങി. ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് ഷവർമ ഓർഡർ ചെയ്തു. ഇത് കഴിച്ചാൽ തൽക്കാലം കുറച്ച് നേരത്തേക്ക്, തൽക്കാലമല്ല നല്ലപോലെ വിശപ്പ് ഒതുങ്ങും. അപ്പം മെല്ലെ ഡിന്നർ കഴിച്ചാൽ മതിയല്ലോ. സോ ഷവർമ കഴിക്കാം. ഇത് ഒരു നല്ല ഷവർമയാണ്. പക്ഷെ ഭയങ്കര വലുതാണല്ലോ, അത്ര വലുത് വേണ്ടായിരുന്നു. അപ്പം ഇനി ഡിന്നർ കഴിക്കുമ്പോൾ കാണാം. യെസ്, ഇറ്റ്സ് ഡിന്നർ ടൈം. അങ്ങനെ ഞാൻ വൈകുന്നേരം ബിരിയാണി, ഇത് ചിക്കൻ 65 ബിരിയാണിയാണ്. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ബിരിയാണി അത്ര ഇഷ്ടമല്ല. എനിക്ക് കൂടുതലും തലശ്ശേരി ബിരിയാണിയും പിന്നെ നമ്മുടെ തമിഴ് സ്റ്റൈൽ പാലക്കാട് സ്റ്റൈൽ ബിരിയാണിയിലെ റാവുത്തർ ബിരിയാണി പോലത്തെ ബിരിയാണിയാണ് എനിക്ക് കൂടുതലിഷ്ടം. പക്ഷെ ഇന്നെന്തായാലും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ ചിക്കൻ 65 ബിരിയാണി ഹൈദരാബാദി സ്റ്റൈൽ വാങ്ങിയതാണ്. സോ അതാണ് ഡിന്നറിന് കഴിക്കണത്. അപ്പോൾ ഇത് ഞാൻ ഇനി പോയി കഴിക്കട്ടെ. ഇനി കഴിച്ചിട്ട് തന്നൂന് ഞാൻ വൈകുന്നേരം റാഗി കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയാണ്. കഴിഞ്ഞു, വീക്കെൻഡാണ്. വീക്കെൻഡ് വേറെ പരിപാടിയൊന്നുമില്ല. സോ അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു, ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഷെയർ ചെയ്യണത്. എല്ലാവർക്കും ഇതുപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.